അതുകൊണ്ട് നമ്മൾ കുട്ടിയെ ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ള ചോദ്യം പോലും അതിനകത്തില്ല. ഒരു വർഗത്തിന്റെ നിലനിൽപ്പ് എന്നുള്ള നിലക്ക് നമ്മൾ മരണത്തെ ഒരു വംശനാശം എന്നുള്ള സെൻസിലല്ല ചർച്ച ചെയ്യുന്നത്. മനുഷ്യൻ എന്നുള്ള വംശം ബാക്കിയാവാൻ വംശനാശം പോലും ജീവന് പ്രാധാന്യം. ഞാൻ പറയുന്നതല്ല, ഓരോ പ്രപഞ്ചത്തിലുള്ള ജീവകണങ്ങൾക്കും അതിൻ്റെതായ അസ്തിത്വം പരികൽപ്പിക്കുന്ന അർത്ഥത്തിലാണ് നമ്മൾ സംസാരിച്ചത്. ഉറുമ്പിൻ്റെ അസ്തിത്വമുണ്ട്, പച്ചിലകൾക്കും ചെടികൾക്കും അതിൻ്റെ അസ്തിത്വമുണ്ട്. അപ്പോൾ ഒരു വംശത്തിൻ്റെ നിലനിൽപ്പ് ബാക്കിയാവാൻ ആ വംശത്തിലെ ഒരു മെമ്പർ മതി, അതൊരു സംശയമില്ല. അതൊന്നുമല്ല. അതേസമയം ഇതിൽപ്പെട്ട ഓരോ അംഗവും അവസാനിക്കുക, ആ അംഗത്തിന്റെ വാലിഡിറ്റി തീരുക എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഒരു ലിറ്ററൽ ടേം മാത്രമാണ് മരണം എന്നുള്ളത്. അത് അങ്ങനെ അല്ല, അത് മനസ്സിലാക്കേണ്ടെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അതൊക്കെ കവിത എഴുതിയവരും മതം ഉണ്ടാക്കിയവരും ലോകത്തിനെ പറ്റി അറിവില്ലാത്ത കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അതൊന്നുമല്ല നമ്മൾ പറയുന്നത്. അതെ, ജീവന്റെ തുടർച്ച ആണ് ഉറപ്പാക്കുന്നത്. ഈ ജീവൻ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ജീവനായി മാറി നിലനിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് മനുഷ്യനൊക്കെ വളരെ പ്രധാനപ്പെട്ടവരാണ്.